ഹായ് ഹലോ വെൽക്കം ബാക്ക്. അങ്ങനെ മൂവും കാങ്ങും ഒരുമിച്ചുള്ള ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാക്കാം അവർ രണ്ടുപേരും റിലേഷനിലാണെന്ന്. എന്നിട്ട് അവൻ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് എനിക്ക് കാങ്ങിനെ ഒരുപാട് ഇഷ്ടാണെന്ന്. നെത്ത് കാങ്ങിന്റെ അടുത്തേക്ക് വരുമ്പോൾ പറയുന്നതെല്ലാം കേൾക്കുകയാണ്. എന്നിട്ട് അവൾ പറയുന്നുണ്ട് നെത്തിനോട് ഇങ്ങനെ ആരെങ്കിലൊക്കെ പറയുകയാണെങ്കിൽ അയാളെ അവൾ ഒരുപാട് സ്നേഹിച്ചേനെ ഒരിക്കലും വിട്ട് കളയത്തില്ലാന്ന്. കാങ്ങും പറയുന്നുണ്ട് കാങ്ങിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ അവന് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഫ്യൂച്ചറിൽ ഒരിക്കലും ഒരു പ്രശ്നം പോലും ഉണ്ടാവാൻ പാടില്ലാന്ന്. അതുകൊണ്ടാണ് ഇതെല്ലാം ഡിലീറ്റ് ചെയ്യാൻ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ പറയുന്നുണ്ട് എന്തായാലും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യില്ല. കാങ് വേണമെങ്കിൽ ബാങ്കോക്കിലേക്ക് തിരിച്ചു പോയിട്ട് അത് ഡിലീറ്റ് ചെയ്തോളാൻ. ആ വീഡിയോ ജാങ്ങും കാണുന്നുണ്ട്. അവിടെ യോസിന് ഒട്ടും ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല. അവൻ ഫ്ലാഷ് ബാക്ക് ഓർക്കുകയാണ്. അവൻ ബെഡിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുമ്പോൾ താഴെ വീഴാൻ പോയല്ലോ. ആ സമയത്ത് തേയാണ് അവനെ പിടിച്ചത്. ആ സമയത്തെ യോസിനെ കിസ് ചെയ്യുകയാണ്. ശരിക്കും തേക്ക് യോസിനോട് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോന്ന് മനസ്സിലാക്കണല്ലോ. അങ്ങനെ തേക്ക് മനസ്സിലാകുന്നുണ്ട് യോസ് അവന്റെ വെറും ഫ്രണ്ട് മാത്രമല്ലാന്ന്. എന്നാൽ പെട്ടെന്ന് തന്നെ യോസ് അവനെ തട്ടി മാറ്റുകയും വേഗം തന്നെ ബെഡിലേക്ക് കയറി പോവുകയാണ് ചെയ്തത്. രാത്രിയായിട്ടും രണ്ടുപേർക്കും ഒട്ടും ഉറക്കം കിട്ടുന്നില്ല. രണ്ടുപേരും ആ കാര്യം തന്നെയാണ് ഓർത്തുകൊണ്ട് കിടക്കുന്നത്. തേ എന്നിട്ട് യോസിന്റെ അടുത്തേക്ക് എഴുന്നേറ്റ് പോവുകയാണ്. അതേ സമയം തന്നെയാണ് യോസ് തിരിഞ്ഞു കിടക്കുന്നതും. തേനെ ഇത്രയും ക്ലോസ് ആയി കാണുമ്പോൾ യോസ് ഉടനെ തന്നെ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് നീ എന്താ ചെയ്യുന്നേ എന്ന് ചോദിക്കുമ്പോൾ തേ പറയാണ് എനിക്ക് വിശക്കുന്നുണ്ട്, നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോയാലോന്ന്. പക്ഷെ യോസ് എനിക്ക് വിശക്കുന്നില്ല, ഞാൻ ഉറങ്ങാൻ പോവാണെന്നും പറഞ്ഞുകൊണ്ട് വേഗം തന്നെ കിടക്കുകയാണ്. അത് കേൾക്കുമ്പോൾ തേയും പോയി കിടക്കുന്നുണ്ട്. സത്യത്തിൽ തേ ഒരുപാട് എക്സൈറ്റഡ് ആണ്. തേക്ക് അവന്റെ ഫീലിങ്സ് മനസ്സിലായല്ലോ. അവനിനി എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അടുത്ത ദിവസമായി കണ്ണു തുറന്നു നോക്കുമ്പോൾ അവന്റെ മുന്നിൽ കാങ് ഉണ്ടായിരിക്കും. ഒരു ഹഗ് ചോദിക്കുമ്പോഴാണ് കാങ് മൂന്റെ അടുത്തേക്ക് വരുന്നതും അവനെ ഹഗ് ചെയ്യാതെ ആ ഫോൺ എടുത്തോണ്ട് പോകുന്നതും. പറഞ്ഞല്ലോ ആ വീഡിയോ ഡിലീറ്റ് ആക്കണമെങ്കിൽ കാങ് തന്നെ അങ്ങോട്ട് പോകണമെന്ന്. അത് ഡിലീറ്റ് ചെയ്യാനാണ് കാങ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. പറയുന്നുണ്ട് കാങ്ങിനെ ഒരുപാട് മിസ് ചെയ്തു. കാങ്ങും അവനെ ഒരുപാട് മിസ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ഒരു കിസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവര് ട്രെയിനിങ്ങിനായിട്ട് പോവുകയാണ്. തേന്റെ അടുത്തേക്ക് പോയിട്ട് തേ അവന്റെ ഫീലിങ്സ് ചെക്ക് ചെയ്തോ, ഇന്നലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തേ പറയുന്നുണ്ട് ഇന്നലെ അവൻ യോസിനെ കിസ് ചെയ്തുന്ന്. അത് കേട്ടതും ഒരുപാട് ഷോക്ക് ആവുകയാണ്. എന്നിട്ട് ഇത്രയും പെട്ടെന്ന് നിങ്ങൾ കിസ് ചെയ്തോ എന്നൊക്കെ വളരെ ഉറക്കെ ചോദിക്കുന്നുണ്ട്. അത് കേട്ടതും തേ ഒന്ന് പതുക്കെ പറയടാ, നീ നാട്ടുകാരെ മുഴുവൻ അറിയിക്കോ, ഇന്നലെ ഞാൻ കിസ് ചെയ്തു, അവൻ എന്നെയും തിരിച്ച് കിസ് ചെയ്തു. അതോടെ അവർക്ക് രണ്ടുപേർക്കും ഉറപ്പാവുന്നുണ്ട് തേക്ക് യോസിനോട് ലവ് ആണെന്ന്. അങ്ങനെ തേ അവന്റെ ഇഷ്ടം യോസിനോട് പറയാനായിട്ട് തീരുമാനിക്കുകയാണ്. യോസ് അങ്ങോട്ട് വരുമ്പോ തന്നെ അവന്റെ ഇഷ്ടം പറയാനായിട്ട് പോകുന്നുണ്ട്. അപ്പോഴത്തേക്കുമാണ് അങ്ങോട്ട് ജാങ് വരുന്നതും കോൺട്രാക്റ്റിന്റെ കാര്യം സംസാരിക്കാനായിട്ട് അവരെ എല്ലാവരെയും വിളിക്കുന്നതും. അവരുടെ കോൺട്രാക്റ്റിൽ എഴുതിയിട്ടുണ്ട് അവർക്കിനി ഡേറ്റ് ചെയ്യാനായിട്ട് പാടില്ലാന്ന്. അത് വായിക്കുമ്പോ തന്നെ ഒരുപാട് ഷോക്ക് ആവുന്നുണ്ട്. എന്നിട്ട് അവനും തേയും കൂടി പുറത്തേക്ക് പോവുകയാണ്. തേനോട് പറയുകയാണ് ഞാൻ എങ്ങനെയാ ഇതിൽ സൈൻ ചെയ്യാ, എനിക്ക് കാങ്ങിനെ ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ ഒരിക്കലും അവനുമായിട്ട് ബ്രേക്കപ്പ് ആവില്ല. പക്ഷെ ബ്രേക്കപ്പ് ആയില്ലെങ്കിൽ എനിക്ക് ഐഡലും ആവാൻ സാധിക്കില്ലല്ലോ. എനിക്ക് ഐഡൽ ആവുകയും വേണം, പക്ഷെ എന്റെ കാങ്ങുമായിട്ട് ബ്രേക്കപ്പ് ആവാൻ സാധിക്കില്ല. എന്റെ സ്ഥാനത്ത് നീയാണെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? തേ ഒരു ഐഡിയയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് ഇപ്പൊ പറയുന്നില്ല കേട്ടോ. യോസ് ഇപ്പോഴും ആ കോൺട്രാക്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ട് ജാങ് വരുന്നത്. യോസ് ജാങ്ങിനോട് ചോദിക്കുന്നുണ്ട് അവര് ഡേറ്റ് ചെയ്താൽ എന്താ പ്രശ്നമെന്ന്. അതിന് ജാങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർ ഒരു ഐഡലായി കഴിഞ്ഞാൽ അവരുടെ ഫാൻസിന് അത് ഇഷ്ടപ്പെടില്ല. ഐഡൽസ് എപ്പോഴും സിംഗിൾ ആയിരിക്കാനാണ് ഫാൻസ് ആഗ്രഹിക്കുക. അവർ ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്നറിയുകയാണെങ്കിൽ അവരോടുള്ള ഇഷ്ടവും പെരുമാറ്റവും മാറും എന്നൊക്കെയാണ് ജാങ് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് യോസിനോട് ചോദിക്കുന്നുണ്ട് യോസിന് ആരെയെങ്കിലും ഇഷ്ടമുണ്ടോന്ന്. അതേസമയം തന്നെയാണ് തേ അങ്ങോട്ട് അവന്റെ ഇഷ്ടം പറയാനായിട്ട് വരുന്നത്. അവൻ ആരെയും ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സൈൻ ചെയ്യാണ്. അത് കാണുമ്പോൾ തേക്ക് ഒരുപാട് വിഷമാവുന്നുണ്ട്. എന്നിട്ട് വേഗം തന്നെ അവൻ ഓടിപ്പോവുകയാണ്.
അങ്ങനെ ഈ കോൺട്രാക്റ്റിന്റെ കാര്യം മൂ കാങ്ങിനോടും പറയുന്നുണ്ട്. മൂ ആ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുന്നുണ്ട്. ബ്രേക്കപ്പ് ആയതിൽ അവനെല്ലാവരും വന്ന് സമാധാനിപ്പിക്കുകയാണ്. എന്നാലും തേക്കും മൂനും മാത്രം ഒട്ടും വിഷമല്ല. കഴിഞ്ഞ ദിവസം തേ മൂന് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തല്ലോ, അത് സീക്രട്ടായി ഡേറ്റ് ചെയ്യാനാണ്. മൂവും കാങ്ങും ഇപ്പൊ സീക്രട്ടായി ഡേറ്റ് ചെയ്യുന്നുണ്ട്. ആളുകളുടെ മുന്നിൽ അവർ ബ്രേക്കപ്പ് ആയി, പക്ഷെ അവരിപ്പോഴും ഡേറ്റ് ചെയ്യുന്നുണ്ട്. അവര് സീക്രട്ടായി ഡേറ്റ് ചെയ്യുന്ന കാര്യം യോസിന് മാത്രം അറിയില്ല. യോസ് വന്നിട്ട് മൂനെ സമാധാനിപ്പിക്കുമ്പോൾ മൂ നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മുടെ മൂ ആട്ടിൻ തോലിട്ട ഒരു കുറുനരിയായിരുന്നു. അങ്ങനെ അവർ പുറത്തു വെച്ചിട്ടൊക്കെ കാണുന്നുണ്ട്. ഒരുമിച്ച് മൂവിക്ക് പോവുകയും സീക്രട്ടായി കിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കാങ്ങും മൂവും വീണ്ടും കണ്ടുമുട്ടുകയാണ്. കുറെ നാളുകൾക്ക് ശേഷമാണല്ലോ അവർ വീണ്ടും കാണുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും ഹഗ് ചെയ്യുകയും കിസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വളരെ വലിയൊരു പ്രശ്നമാവുകയാണ്. അടുത്ത ദിവസം മൂ ട്രെയിനിങ്ങിനായി പോകുമ്പോൾ അവിടുത്തെ പ്രൊഡ്യൂസർ മൂന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് മൂവും കാങ്ങും ഒരുമിച്ചുള്ള വീഡിയോസും കഴിഞ്ഞ ദിവസം അവർ ഹഗ് ചെയ്ത ഫോട്ടോയും കാണിച്ചു കൊടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം മൂവായിട്ട് ഒരു ചെക്കൻ പ്രശ്നം ഉണ്ടാക്കിയല്ലോ, ആ ചെക്കനാണ് മൂവും കാങ്ങും ഒരുമിച്ചുള്ള ഫോട്ടോ എടുത്തതും പ്രൊഡ്യൂസർക്ക് അത് കാണിച്ചു കൊടുത്തതും. അങ്ങനെ പ്രൊഡ്യൂസർ മൂന്ന് ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും തേ പറയുന്നുണ്ട് മൂ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സീക്രട്ടായി ഡേറ്റ് ചെയ്യാൻ മൂനോട് പറഞ്ഞു കൊടുത്തത് തേയാണ്. അതുകൊണ്ട് തന്നെ തേക്ക് പണിഷ്മെന്റ് കൊടുത്താൽ മതിയെന്ന്. പക്ഷെ പ്രൊഡ്യൂസർ ആണെങ്കിൽ തേ പറയുന്നത് ഒന്നും കേൾക്കുന്നില്ല. മൂനെയും വിളിച്ചുകൊണ്ട് ഓഫീസിലേക്ക് പോവുകയാണ്. യോസിനാണെങ്കിൽ ഒരുപാട് വിഷമാകുന്നുണ്ട്. എന്നിട്ട് തേനോട് യോസ് അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇനിയും ഉണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. അവർ മൂന്ന് പേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നല്ലോ. പക്ഷെ ഈ കാര്യം മാത്രം യോസ് അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് അവൻ ഇത്രയ്ക്കും വിഷമായത്. മൂനോട് പ്രൊഡ്യൂസർ പറയുന്നുണ്ട് മൂന് അവസാനമായിട്ട് ഒരു ചാൻസും കൂടി കൊടുക്കാം. മൂ കാങ്ങുമായിട്ട് ബ്രേക്കപ്പ് ആയില്ലെങ്കിൽ ഐഡൽ ആവുക എന്നവന്റെ സ്വപ്നം ഒരിക്കലും നടക്കത്തില്ലാന്ന്. തേ യോസിനോട് പറയുന്നുണ്ട് മൂവും കാങ്ങും സീക്രട്ടായി ഡേറ്റ് ചെയ്യുന്ന കാര്യം നിന്നോട് പറയാതിരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. നീയും ജാങ്ങും ഇപ്പോൾ ഒരുപാട് ക്ലോസ് ആണ്. നീ ജാങ്ങിനോട് പോയി പറയുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത്. അതൊക്കെ വീട്, നിനക്ക് എന്നോടുള്ള ഫീലിങ്സ് ഇപ്പോഴെങ്ങനെയാ എന്ന് ചോദിക്കുമ്പോൾ യോസ് തേന്റെ കയ്യിൽ എഴുതി കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രാണെന്ന്. എന്നിട്ട് അവർ രണ്ടുപേരും ഹഗ് ചെയ്യുകയാണ്. ആ സമയം യോസ് മനസ്സിൽ പറയുന്നുണ്ട് എനിക്ക് നിന്റെ വെറും ഫ്രണ്ട് ആയിരിക്കാൻ മാത്രമല്ലേ സാധിക്കുള്ളൂന്ന്. ശരിക്കും യോസിന് തേൻ ഇഷ്ടാണ്. പക്ഷെ തേ വീണ്ടും അവനെ റിജക്റ്റ് ചെയ്യുന്ന അവന് ഒരുപാട് പേടിയുണ്ട്. ഇതേ സമയം തേ മനസ്സിൽ വിചാരിക്കുന്നത് ഞാൻ നിനക്ക് വെറും ഫ്രണ്ട് മാത്രാണോന്നാണ്. തേക്ക് ഇപ്പോ യോസിനോട് ഫീലിങ്സ് തുടങ്ങിയല്ലോ. രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമുണ്ടെങ്കിലും രണ്ടുപേരും അത് തുറന്നു പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് മൂന്റെ അമ്മ കാങ്ങിനെ കാണാനായിട്ട് വരികയാണ്. എന്നിട്ട് കമ്പനിയിലെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മൂ അവന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാറായി. അപ്പോഴത്തേക്കുമാണ് അവന്റെ റിലേഷൻ ഒരു വില്ലനായിട്ട് എത്തിയിരിക്കുന്നത്. കാങ് പറഞ്ഞാൽ മാത്രമാണ് മൂ എന്തും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കാങ് മൂവായിട്ട് സംസാരിക്കണം, ബ്രേക്കപ്പ് ആവണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കാങ് മൂനെ കാണാനായിട്ട് പോവുകയാണ്. മൂന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഡിഷും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കാങ്ങിനോട് എപ്പോഴും കായ്പോളം ഉണ്ടാക്കി കൊടുക്കാനല്ലേ മൂ പറയാറ്. അങ്ങനെ അവസാനായിട്ട് കാങ് അവന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോകുന്നുണ്ട്. ആ സമയത്ത് കാങ് മൂനോട് നിന്റെ ആഗ്രഹമാണോ ഞാനാണോ വലുത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുത്തരവും കാങ് തന്നെയാണ് പറയുന്നത്. നിന്റെ സ്വപ്നം നടത്തിയെടുക്കാനായി നീ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ കാരണം നിന്റെ പരിശ്രമങ്ങൾ ഒന്നും ആവാതിരിക്കരുത്. നീ ഉറപ്പായിട്ടും ഒരു ഐഡലാകും. അതിനിടയിലേക്ക് ഞാൻ വരാൻ പാടില്ല. നമുക്ക് ബ്രേക്കപ്പ് ആവാം. ഞാൻ ഒരിക്കലും വിഷമിക്കില്ല. നിന്റെ വളർച്ച കണ്ട് ഞാൻ ഒരുപാട് സന്തോഷിക്കുക മാത്രമേ ചെയ്യുള്ളൂ. നമ്മൾ ഇനിയും ഒരുമിച്ച് നിന്നാൽ ഇത്രയും കാലത്തെ കഷ്ടപ്പാടുകളെല്ലാം വെറുതെ ആയി പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്കപ്പ് ആവാം എന്നും പറഞ്ഞുകൊണ്ട് കാങ് മൂന്റെ അടുത്ത് നിന്ന് പോവുകയാണ്. മൂവാണെങ്കിൽ ഒരുപാട് കരയുന്നുണ്ട്. കാങ്ങിനെ പിടിച്ചു നിർത്താനും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കാങ് അവന്റെ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. കാങ്ങിനും ഒരുപാട് വിഷമുണ്ടെങ്കിലും മൂന്ന് വേണ്ടി അവൻ ഇത് മാത്രമാണ് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒരിക്കലും പിരിയില്ലാന്ന് അവർ പ്രോമിസ് ചെയ്തതായിരുന്നു. പക്ഷെ ഈ ഒരു സന്ദർഭത്തിൽ അവർക്ക് പിരിഞ്ഞേ പറ്റുള്ളൂ. കാങ് മൂന്റെ നമ്പർ ബ്ലോക്ക് ആക്കുന്നുണ്ട്. കൂടാതെ അവരുടെ താമസവും മാറുന്നുണ്ട്.
മൂ എത്ര ശ്രമിച്ചാലും എനിക്ക് അങ്ങനെ കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അങ്ങനെ ഒരു വർഷം കടന്നുപോയി. പുതിയ ഒരു K-pop ഗ്രൂപ്പും ഉണ്ടാക്കി. 4 മെമ്പേഴ്സ് ആണ് ആ ഗ്രൂപ്പിലുള്ളത്. ജാങ്, മൂ, തേ, യോസ്. ഇവർ 4 പേരുള്ള ഗ്രൂപ്പ് വളരെ ഫേമസ് ആണ്. അവർക്ക് ഒരുപാട് ഗിഫ്റ്റുകളും വരുന്നുണ്ട്. ജാങ്ങും യോസും ഇപ്പോൾ ഒരുപാട് ക്ലോസ് ആണ്. BTSലെ തേനെയും കുക്കിനെയും ഒരുപാട് ആർമീസ് ഷിപ്പ് ചെയ്യുന്നത് പോലെ യോസിനെയും ജാങ്ങിനെയും ഒരുപാട് പേര് ഷിപ്പ് ചെയ്യുന്നുണ്ട്. അവർക്ക് കപ്പിൾ ഫോട്ടോസും കപ്പിൾ ഗിഫ്റ്റും ഒക്കെ കുറെ ഫാൻസ് അയക്കുന്നുണ്ട്. അങ്ങനെ ആ ഗിഫ്റ്റുകളൊക്കെ നോക്കുന്ന സമയത്താണ് കാങ് വരയ്ക്കുന്നത് പോലത്തെ ഒരു ചിത്രം മൂ കാണുന്നത്. മൂന്ന് മനസ്സിലാകുന്നുണ്ട് അത് കാങ് വരച്ചതാണെന്ന്. ഉടനെ തന്നെ അവൻ പുറത്തേക്ക് ഓടി പോകുന്നുണ്ടെങ്കിലും കാങ്ങിനെ കാണാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ കാങ് എവിടെയാണെന്ന് അറിയുന്നുണ്ട്. അങ്ങനെ യോസും മൂവും കൂടി കാങ്ങിനെ തപ്പി പോവുകയാണ്. ഒരു വർഷത്തിനു ശേഷം മൂ കാങ്ങിനെ വീണ്ടും കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി എന്തൊക്കെ ഉണ്ടാവും അറിയാനായിട്ട് അടുത്ത എപ്പിസോഡുകൾക്കായി വെയിറ്റ് ചെയ്യാം. ബൈ.